ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് മഞ്ജു വാര്യരെ പറ്റിയും സനൽകുമാർ ശശിധരനെ കുറിച്ചുള്ള കാര്യങ്ങൾ. സനൽകുമാർ ശശിധരൻ കുറച്ച് വോയിസ് ഒക്കെ പുറത്തു വിട്ടിട്ടുണ്ട്. അത് കേൾക്കുന്ന ഏത് മലയാളിക്കും മനസ്സിലാവും അത് മഞ്ജു വാര്യരുടെ വോയിസേ അല്ലാന്ന്. അദ്ദേഹത്തിന് അത് മനസ്സിലാകാഞ്ഞത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയത്തില്ല. അദ്ദേഹം എന്താണ് ഇതിനെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്നതെന്നോ, ഇനി പ്രണയം തലയ്ക്ക് പിടിച്ച് മഞ്ജു വാര്യരാണെന്നോ അങ്ങ് വിശ്വസിച്ചങ്ങ് അദ്ദേഹത്തിൻ്റെ ഒരു മൈൻഡിൽ അങ്ങ് കയറിപ്പോയിട്ടാണോ എന്താണെന്ന് അറിയത്തില്ല. പക്ഷെ നമുക്കെല്ലാവർക്കും ഉറപ്പായിട്ടും മനസ്സിലാകുന്നത് അത് മഞ്ജു വാര്യരേ അല്ലെന്നാണ് ഉറപ്പിച്ച് നമുക്ക് പറയാൻ പറ്റും. ഇതിനെതിരെ അവർ കേസൊക്കെ ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അതിൻ്റെ വഴിക്ക് അങ്ങ് പോകും. ഇനി ഇതിനെക്കുറിച്ച് സനൽകുമാർ ശശിധരൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് കേട്ടോ. സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന പേരിൽ എനിക്കെതിരെ വീണ്ടും എളമക്കര പോലീസ് സ്റ്റേഷനിൽ തന്നെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്ന വാർത്ത കണ്ടു. പതിവ് പോലെ നിന്റെ ജീവന് അപകടമുണ്ടെന്നും നിന്നെ കാണാനോ സംസാരിക്കാനോ അനുവദിക്കുന്നില്ല എന്നും ഞാൻ പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞതിനാണ് ഇത്തവണയും കേസ്. നടിയുടെ പരാതിയിലാണ് കേസ് എന്നാണ് അറിയുന്നത്. നിന്റെ പേരിൽ തന്നെയാവും ഇത്തവണയും കേസ്. 3 വർഷങ്ങൾക്ക് മുമ്പേ നിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത കള്ളക്കേസ് ഇനിയും അന്വേഷിക്കുകയോ നിന്റെ മൊഴി രേഖപ്പെടുത്തുകയോ എന്തെങ്കിലും തെളിവുകൾ ഹാജരാക്കുകയോ ചെയ്തിട്ടില്ല. നിന്റെ ജീവനുള്ള ആശങ്ക പൊതുസമൂഹത്തോട് ഞാൻ വിളിച്ചു പറയും മുമ്പേ നിന്നെയും നിന്റെ ബന്ധുക്കളെയും അടുത്ത സുഹൃത്തുക്കളെയും ഞാൻ വിളിച്ചറിയിച്ചിരുന്നു. നീയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവരെയും ഞാൻ അറിയിച്ചതാണ്. നീയുമായി സംസാരിക്കാൻ അനുവദിക്കാതിരുന്ന സാഹചര്യത്തിലും നീ തന്നെ പറഞ്ഞറിഞ്ഞ് ഭീതിപ്പെടുത്തുന്ന ജീവിതാവസ്ഥയുടെ അലോസരത്തിലുമാണ് ഞാനത് നമ്മുടെ സംഭാഷണത്തിന്റെ ശബ്ദരേഖയുടെ കൂടെ പിൻബലത്തിൽ പൊതുസമൂഹത്തിൽ പങ്കുവച്ചത്. ആ ശബ്ദരേഖ പൊതുസമൂഹം ചർച്ച ചെയ്യാതിരിക്കാൻ കഴിയുന്നത്ര ശ്രമിച്ചിട്ടും സാധിക്കാതെ വന്നതുകൊണ്ടാണ് ഇപ്പോൾ എന്നെയും ഇതേക്കുറിച്ച് ചർച്ച ചെയ്യാൻ സാധ്യതയുള്ള മറ്റുള്ളവരെയും ഭയപ്പെടുത്തി മാറ്റി നിർത്തുന്നതിനായി ഇപ്പോൾ എളമക്കര പോലീസ് സ്റ്റേഷനിൽ തന്നെ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ അർദ്ധരാത്രിയിൽ ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇത്തവണയും ഇത് നിന്റെ അറിവോടുകൂടി അല്ല എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ തവണ എന്നെ എളമക്കര പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുന്നതിനായി എൻ്റെ വിലാസം അൺനോൺ എറണാകുളം എന്നായിരുന്നു എഴുതിയിരുന്നത്. ഇത്തവണ അത് എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഒരു കാര്യം ഇതോടെ ഉറപ്പായി. കാര്യങ്ങളുടെ സത്യാവസ്ഥ പൊതുസമൂഹത്തോട് വെളിവാക്കുന്ന തരത്തിൽ നീ ഒരു പരസ്യ പ്രസ്താവനയോ പത്രസമ്മേളനമോ നടത്താനുള്ള സാഹചര്യം ഉണ്ടാകരുത് എന്നത് ഉറപ്പിക്കുന്നതാണ് ഇപ്പോൾ ഈ പോലീസ് കേസ്. കേസിന്റെ കാര്യത്തിൽ എനിക്ക് തെല്ലും ഭയമില്ല. ഞാൻ പറഞ്ഞതെല്ലാം സത്യമായതുകൊണ്ടും സ്വതന്ത്രമായി പൊതുസമക്ഷം നിന്നെ സംസാരിക്കാൻ അനുവദിക്കാതിരിക്കാനാണ് ഇപ്പോൾ ഈ കേസ് എന്നുള്ളത് കൊണ്ടും എനിക്ക് ഇപ്പോഴും ഭയം നിന്റെ കാര്യത്തിൽ മാത്രം. പൊതുസമൂഹം നിനക്ക് കാവൽ നിൽക്കട്ടെ എന്ന് മാത്രമേ എനിക്കിപ്പോൾ ഇക്കാര്യത്തിൽ പറയാനുള്ളൂ. ഇനിയെങ്കിലും ഈ കേസിന്റെ സത്യാവസ്ഥ അന്വേഷിക്കാൻ മാധ്യമങ്ങൾ തയ്യാറാവണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന.